ഹായ്, കുഞ്ഞോനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ വന്നതാണ്. വാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് ഫുഡിൻ്റെതല്ല. അപ്പോൾ ഇവിടേക്ക് നല്ല മഴയാണ് കേട്ടോ, നല്ല അടിപൊളി മഴയാണ്. കുറച്ച് സമയമായി തുടങ്ങിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഉമ്മ, ഈ ഇരിക്കുന്നതാണ് എൻ്റെ ഉമ്മ. ഉമ്മ ഒരു ഹായ് പറഞ്ഞാൽ. എപ്പോൾ വന്നാലും ഉമ്മൻ്റെ കയ്യിൽ ഒരു 4 പേർക്ക് ഗുളിക ഉണ്ടാവും. എന്താണെന്നറിയില്ല, ഉമ്മ ഭക്ഷണം കഴിക്കൽ കുറവാണ്, ഇപ്പോൾ ഗുളികയാണ് കൂടുതലും കഴിക്കൽ. കണ്ടില്ലേ, കയ്യിൽ ഗുളികയാണുള്ളത്. അതേപോലെ ഇതാ ഈ മിഷൻ്റെ മുകളിൽ കണ്ടില്ലേ, ഫുള്ള് ഗുളികയാണ്. ഒരുപാട് ഗുളികപ്പേക്ക് പഞ്ചായത്തുകാർ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ചാക്കിലാക്കിയിട്ട്, കാലിയായ ഗുളികപ്പേക്ക്. ഇപ്പോൾ ഗുളികൻ്റെ തീറ്റി കൂടുതലാണ് ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വാപ്പ. വാപ്പക്ക് പറഞ്ഞാൽ വാപ്പ ഒരു വൈബിൻ്റെ ആളാണ്, മഴ ആസ്വദിക്കുകയാണ്. അതേപോലെ പെങ്ങൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പെങ്ങളെ ഫോണിൽ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആജിയെ ഹായ്, ഒരു ഹായ് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതായിരുന്നു എൻ്റെ ഉമ്മൻ്റെ തറവാട് വീട്. അപ്പോൾ ഇവിടെ ഇതാ പൊളിച്ചതിൻ്റെ അവശിഷ്ടം കാണാം. പഴയ വീട് പൊളിച്ചതാണ്, അതിൽ കുറഞ്ഞ ഭാഗം അവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ ഈ രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉമ്മാൻ്റെ ഏട്ടത്തിയാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഉമ്മൻ്റെ ഏട്ടത്തിക്ക് മൂത്തമ്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരെ അപ്പുറത്ത് കാണുന്നത് പിന്നെ ഉമ്മൻ്റെ ആങ്ങളുടെ മകനുണ്ടാക്കിയ വീടാണ്, അവരെ ഒരിയിൽ അവനുണ്ടാക്കിയ വീടാണ് അപ്പുറത്ത് കാണുന്നത്. പിന്നെ അതുപോലെ അപ്പോൾ ഓള് അങ്ങോട്ട് പോവാണ്, മഴയും കൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അത് ഇങ്ങനെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ടില്ല, കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങോട്ട് പോയ ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല മഴ കൊള്ളുന്നുണ്ട്. നാളെ ഇപ്പോൾ പനി തലവേദന ഒന്നും വരില്ല എന്ന് വിചാരിക്കുക. വാപ്പ ഒന്ന് ഫ്രീ ആയാൽ അപ്പോൾ ഒന്നെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കും, എന്നിട്ട് അങ്ങനെ ഉറങ്ങി വെക്കും. അതല്ലെങ്കിൽ ഇതാണ് പരിപാടി. തയ്യൽ നന്നായിട്ട് അറിയാം, ഏത് പിന്നെ സംഗതി തയ്ക്കും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തയ്ക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ആളെന്നെ പാപ്പന്നെ റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലാവിധ വിക്രസ് പരിപാടികളും അറിയുന്ന ആളാണ്. അതേപോലെ കരിങ്കലിൻ്റെ കെട്ട് പടവ് ഒക്കെ കുറിപ്പാണ് അതിൻ്റെ. അപ്പോൾ പണിയൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞോളിട്ടോ, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. വൈകുന്നേരത്തെ 4 മണി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. 4 മണി ആയിട്ടില്ല, 3:25 ആയിട്ടേ ഉള്ളൂ. എന്നാലും ചായ കുടിക്കട്ടെ. അപ്പോൾ എന്തൊക്കെ ബേക്കറി പലഹാരം എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ, എന്തൊക്കെ ഉള്ളത്? ചട്ടിപ്പത്തിരി, പിന്നെയുള്ള എന്താവേ, ഇതുണ്ടാക്കിയതല്ല കേട്ടോ, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കോഴിക്കാല് എന്നാണോ ഇതിൻ്റെ പേര്, കടക്കാർ പറഞ്ഞാണ് കോഴിക്കാല്. വാജിയേ ചായ പിടിച്ചോളി. പിന്നെ നന്നാക്കാം, അങ്ങോട്ട് വരി, ചായ പിടിച്ചോളി. വാവുണ്ട് ഇളന്നിയായിട്ട് വരുന്നത്. ഇതായിരുന്നു അവ ഇളന്നിട്ടേ. ഉമ്മ വന്നതാ. ഉമ്മ ഇളന്നി ജ്യൂസ് അടിച്ചാൽ മതി, അത് തിന്ന് തീർക്കല്ലേ, ജ്യൂസ് അടിക്കാം നമുക്ക്. ഉമ്മ വാ ചായ അടിക്കാം, വാ വരി വാ. ഈ ചിത്രങ്ങളൊക്കെ എൻ്റെ പെങ്ങൾ വരയ്ക്കുന്ന കേട്ടോ. ഓള് അത്യാവശ്യം നല്ല ചിത്രം വരയ്ക്കുന്ന ആളാണ്. അതേപോലെ കണ്ടില്ലേ, ചുമരിൻ്റെ മോളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പെങ്ങളെ മോളെ പണിയാണ്. ഓള് വന്നാൽ കണ്ടോ, ചെറിയ മോളാണ്, ഒരു 5-6 വയസ്സുള്ള മോളാണ്. ഓള് എഴുതി വെക്കുന്നതാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇങ്ങനെ നല്ല അടിച്ചമ്പൊളി പിക്ചർ വരക്കും. പെയിൻറ്റിങ് നല്ലോണം പെയിൻറ്റ് ചെയ്യാൻ അറിയാം, ചിത്രം വരക്കാൻ അറിയാം. നല്ല അടിപൊളി പിക്ചർ, ചുമരുമ്മലൊക്കെ എവിടെ നോക്കിയാലും പിക്ചർ അയക്കും. വായിച്ച് നിങ്ങൾ ഇപ്പുറത്ത് കുത്തിണ്ടോളി, ഉമ്മ ആടി ഇരുന്നോട്ടെ. ഉമ്മ ഈ വോളിബോൾ കളിക്കുന്ന പോലെ മാതിരി കയ്യോണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, ക്യാമറ കണ്ടിട്ടാന്ന് തോന്നുന്നു. വായിച്ച് നിങ്ങൾ ആട്ടി ഇരുന്നോളി, ആടിക്ക് ഇരുന്നോളി. നിങ്ങൾ ആനിവേഴ്സറിക്ക് കളിക്കുമ്പോൾ കളിക്കല്ലേ.
അത് കോഴിക്കാലെന്നാ പറഞ്ഞേ. കോഴി അതിനുള്ളിലുണ്ട് പോലും പറഞ്ഞേ. ആ അതിനുള്ളിൽ ചിക്കൻ ഉണ്ടെന്ന് പോലും പറഞ്ഞേക്കണ്. എന്താന്നറിയില്ല, ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞേ. ഉമ്മ എഴുന്നി ജ്യൂസ് അടിച്ചൂടെ? കുറച്ച് ജ്യൂസ് അടിച്ചേ. അത് മിക്സിയിലിട്ടാല് ലൂസാവൂലേ? എളുന്നി തിന്നണ്ട, മറ്റേത് തിന്നോളിതാ. വേറെണ്ട് കടികൾ, വേറുണ്ട് എരിവുള്ളുണ്ട്, മധുരമുള്ളത് തിന്നണ്ട. മക്കളെ ചായ ഇപ്പൊ തീരും, കടി ഇപ്പൊ തീരും. ഞാൻ അവിടെ ഇരുന്ന് കുടിക്കട്ടെ കേട്ടോ. വീഡിയോ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.